പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ പുതിയൊരു ഫിനാൻഷ്യൽ എക്കണോമിക്സിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. നമ്മൾ മാത്തമാറ്റിക്സ് എക്കണോമിക്സിലൊക്കെ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഡിഫറൻസിയേഷൻ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേരിയബിളിലുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലെ ചേഞ്ചിനനുസരിച്ച് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എത്രത്തോളം മാറ്റമുണ്ടായി എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന ടേമിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണത് നോക്കാം. ദ വേർഡ് ഡെറിവേറ്റീവ് ഈസ് ഡിറൈവ്ഡ് ഫ്രം മാത്തമാറ്റിക്സ് വിച്ച് റെഫേഴ്സ് ടു എ വേരിയബിൾ ദാറ്റ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം അനദർ വേരിയബിൾ. ഈ ഡെറിവേറ്റീവ് എന്ന വേർഡ് ഡിറൈവ് ചെയ്ത മാത്തമാറ്റിക്സ് ആണ്. വിച്ച് റെഫേഴ്സ് ടു എ വേരിയബിൾ ദാറ്റ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം അനദർ ഒരു വേരിയബിൾ അത് മറ്റൊന്നെന്ന് ഡിറൈവ് ചെയ്ത് എന്നതാണ്. ഇൻ സിമ്പിൾ സെൻസ് ഡെറിവേറ്റീവ് ഹാസ് നോ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ ഇസ് ഓൺ. സിമ്പിൾ സെൻസിൽ പറയുകയാണെങ്കിൽ ഡെറിവേറ്റീവ് ഹാസ് നോ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ ഓഫ് ഇറ്റ്സ് ഓൺ. ഇതിന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇല്ല. ഇറ്റ്സ് വാല്യൂ ഇസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ വാല്യൂ ഓഫ് എൻ അണ്ടർലൈൻ ആസെറ്റ്. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് മറ്റൊരു അണ്ടർലൈൻ അസറ്റിൻ്റെ വാല്യൂയിൽ നിന്നാണ് ഇത് കണ്ടു. ഫോർ എക്സാമ്പിൾ, കേർഡ് ഇസ് എ ഡെറിവേറ്റീവ് ഓഫ് മിൽക്ക്. കേർഡ് എന്ന് പറയുന്നത് എന്താണ്? മിൽക്കിൻ്റെ ഡെറിവേറ്റീവാണ് എന്നാണ് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇൻ ഫിനാൻഷ്യൽ വേൾഡ് എ ഡെറിവേറ്റീവ് ഈസ് എ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് വിച്ച് ഡിറൈവ്സ് ഈസ് വാല്യൂ ഫ്രം അനദർ അസറ്റ്. ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്ത് വരുന്ന മറ്റൊരു അസറ്റിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ, സെൻസെക്സ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് 30 ഷെയർസ് അറ്റ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സെൻസസ് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ 30 ഷെയർസിൻ്റെ ഡെറിവേറ്റീവാണ്. നിഫ്റ്റി ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് 50 ഷെയർസ് അറ്റ് NSE. നിഫ്റ്റി എന്ന് പറയുന്നത് NSEയിലെ 50 ഷെയർസിൻ്റെ ഡെറിവേറ്റീവാണ്. ഫീച്ചേഴ്സ് ഓഫ് ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ് ആർ ദ പാർട്ട് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. ഇത് സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഒരു പാർട്ടാണ്. നോ ഫണ്ട് ക്യാൻ ബി റൈസ്ഡ് ത്രൂ ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവിലൂടെ ഒരു ഫണ്ടും റൈസ് ചെയ്യാൻ സാധിക്കില്ല. ദ ട്രാൻസാക്ഷൻ ഇൻ ദ ഡെറിവേറ്റീവ് ആർ സെറ്റിൽഡ് ബൈ ടേക്കിംഗ് ഓഫ്സെറ്റിംഗ് പൊസിഷൻ ഇൻ ദ സെയിം ഡെറിവേറ്റീവ്. ഈ ഡെറിവേറ്റീവിലുള്ള ട്രാൻസാക്ഷൻ സെറ്റിൽ ചെയ്യുന്നത് ടേക്കിംഗ് ഓഫ്സെറ്റിംഗ് പൊസിഷൻ ഇൻ ദ സെയിം ഡെറിവേറ്റീവിലെ ഓഫ്സെറ്റിംഗ് പൊസിഷൻ എടുത്തുകൊണ്ടാണ്. നോ ലിമിറ്റ് ഓൺ ദ നമ്പർ ഓഫ് യൂണിറ്റ് ട്രാൻസാക്റ്റഡ് ബിക്കോസ് ദർ ഈസ് നോ ഫിസിക്കൽ അസറ്റ് ഇൻവോൾവ്ഡ്. ഇവിടെ എത്ര യൂണിറ്റ് നമ്പർ ട്രാൻസാക്റ്റ് ചെയ്തിന് എന്നുള്ളതിന് ലിമിറ്റില്ല. കാരണം ഇവിടെ ഫിസിക്കൽ അസറ്റ് ഇൻവോൾവ് ചെയ്യുന്നില്ല. ഡെറിവേറ്റീവ് മാർക്കറ്റ് ഈസ് ക്വിറ്റ് ലിക്വിഡ് ഇൻ നേച്ചർ. ഡെറിവേറ്റീവ് മാർക്കറ്റാണ് കുറച്ച് ലിക്വിഡായിട്ടുള്ള ഒരു നേച്ചറാണ് ആ മാർക്കറ്റിനുള്ളത്. ദീസ് ആർ ടൈലർ മെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്. ടൈലർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസ്ട്രുമെൻറ്റ് മെയ്ഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് യൂസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻവെസ്റ്റേഴ്സ് റിക്വയർമെൻറ്റ്. പക്ഷെ അതിൻ്റെ യൂസ് എന്താണ്? ഇൻവെസ്റ്ററുടെ റിക്വയർമെൻറ്റിനനുസരിച്ചാണ്. ടൈലർ ചില മെഷീനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ യൂസ് എപ്പോഴാണ്? ഇൻവെസ്റ്റേഴ്സിൻ്റെ റിക്വയർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ടു പർപ്പസ് ഓഫ് ഡെറിവേറ്റീവ്. ഫസ്റ്റ്, പ്രൈസ് ഡിസ്കവറി ഓഫ് ദ അണ്ടർലൈൻ അസറ്റ്. ഇപ്പോൾ അണ്ടർലൈൻ അസറ്റിൻ്റെ പ്രൈസ് ഡിസ്കവർ ചെയ്യുന്നത്. പ്രൈസ് ഇൻ എ ഓർഗനൈസ്ഡ് ഡെറിവേറ്റീവ് മാർക്കറ്റ് റിഫ്ലക്ട് ദ പെർസെപ്ഷൻ ഓഫ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് ലീഡ് ദ പ്രൈസസ് ഓഫ് അണ്ടർലൈങ് ടു ദ പെർസീവ്ഡ് ഫ്യൂച്ചർ ലെവൽ. ഈ ഓർഗനൈസ്ഡ് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ പ്രൈസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണ്? ദ പെർസെപ്ഷൻ ഓഫ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ പെർസെപ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അബൌട്ട് ദ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പെർസെപ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ആൻഡ് ലീഡ് ദ പ്രൈസസ് ഓഫ് അണ്ടർലൈൻ ടു ദ പെർസീവ്ഡ് ഫ്യൂച്ചർ ലെവൽ. പ്രൈസ് ഓഫ് ഡെറിവേറ്റീവ് കോയിൻസൈഡ് വിത്ത് പ്രൈസ് ഓഫ് അണ്ടർലൈൻ അറ്റ് ദ എക്സ്പിറേഷൻ ഡേറ്റ്. ഈ ഡെറിവേറ്റീവിലെ പ്രൈസ് കോയിൻസൈഡ് ചെയ്തതിന് എന്തിനടിസ്ഥാനത്തിലാണ്? പ്രൈസ് ഓഫ് അണ്ടർലൈൻ അറ്റ് ദ എക്സ്പിറേഷൻ ഡേറ്റ്. ദസ് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൈസ് ഡിസ്കവറി. എക്സ്പിറേഷൻ ഡേറ്റ് എന്നാണ് കാലഹരണപ്പെടുന്ന ഡേറ്റ് കാലഘട്ടം.
ഇറ്റ് ഹെൽപ്സ് പ്രൈസ് ഡിസ്കവറി. ഇതെന്ത് ചെയ്യും? പ്രൈസ് ഡിസ്കവറിക്ക് ഹെൽപ്പ് ചെയ്യും. ടൂൾസ് ഫോർ റിസ്ക് മാനേജ്. ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ഹെൽപ്സ് ഇൻ ട്രാൻസ്ഫർ റിസ്ക് ത്രൂ ഹെഡ്ജിങ് ഫ്രം ദ ഹെഡ്ജർ ടു ദ സ്പെക്കുലേറ്റർ. ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് എന്തിനു സഹായിക്കും? ട്രാൻസ്ഫർ റിസ്ക് ട്രാൻസ്ഫറിന്. എങ്ങനെ ഇവിടെ ആകുന്നത്? ത്രൂ എഡ്ജിങ്ങിലൂടെയാണ് ഇതെന്ത് ചെയ്യുന്നത്? റിസ്ക് മാനേജ്മെൻറ്റ്, റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫ്രം ദ എഡ്ജർ ടു ദ സ്പെക്കുലേറ്റർ. എഡ്ജറിൽ നിന്ന് സ്പെക്കുലേറ്ററിലേക്കാണ് ഇവിടെ റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഡെറിവേറ്റീവ് ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് ഓപ്ഷൻ. Options are financial derivative contract that give the buyer the right but not the obligation to buy or sell an underlying asset at a specific price during specific period of time. ഒരു സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈമിനുള്ളിൽ ഇപ്പോൾ നിലവിലുള്ള അണ്ടർലൈൻ അസറ്റ് അതിൻ്റെ സ്പെസിഫിക് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ ബയർക്ക് അവകാശങ്ങൾ, ബയർ ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ. ബയർക്ക് അവകാശം പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാധ്യതയല്ല. ടു ബൈ ഓർ സെൽ എ അണ്ടർലൈൻ അസറ്റ്. ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിലെ ഒരു കോൺട്രാക്റ്റാണ്. അത് ബയർക്ക് അവകാശം നൽകുകയാണ്, പക്ഷേ ബയറുടെ ബാധ്യതയല്ല. ടു ബൈ ഓർ സെൽ എൻ അണ്ടർലൈൻ അസറ്റ്. വാങ്ങുകയോ ചെയ്യുക. അണ്ടർലൈൻ അസറ്റ് നിലവിലുള്ള അണ്ടർലൈൻ അറ്റ് എ സ്പെസിഫിക് പ്രൈസ്. അതിലെ സ്പെസിഫിക് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം, ഒരു സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈമിനിടയിൽ. റെഫർ ടു ആസ് ദ സ്ട്രൈക്ക് പ്രൈസ്. സ്പെസിഫിക് പ്രൈസ് എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസാണ്. അമേരിക്കൻ ഓപ്ഷൻസ് ക്യാൻ ബി എക്സസൈസ്ഡ് അറ്റ് എനി ടൈം ബിഫോർ ദ എക്സ്പയറി ഓഫ് ഇസ് ഓപ്ഷൻ പീരിയഡ്. അമേരിക്കൻ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നുണ്ട് എപ്പോഴും. ആ ഓപ്ഷന് പീരീഡ് എക്സ്പയറി ആകുന്നതിന് മുമ്പ് എപ്പോഴും നടത്താനുള്ള അവകാശം നൽകുന്നുണ്ട്. എന്നാൽ യൂറോപ്യൻ ഓപ്ഷൻ ക്യാൻ ഓൺലി ബി എക്സസൈസ്ഡ് ഓൺ ഈസ് എക്സ്പിറേഷൻ ഡേറ്റ്. അതിൻ്റെ എക്സ്പിറേഷൻ ഡേറ്റിൽ എക്സസൈസ് ചെയ്യാനുള്ള ഇത് മാത്രമേ യൂറോപ്യൻ ഓപ്ഷൻ ലഭിക്കുന്നുള്ളൂ. അടുത്ത ഡെറിവേറ്റീവ് ആണ് ഫോർവേഡ് കോൺട്രാക്റ്റ്. A forward contract is a non-standardized contract. It is a non-standardized contract ആണ് between two parties to buy or sell an asset at a specified future time at a price agreed upon today. രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. എന്തിന്? വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ. എന്ത്? അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ. അപ്പോൾ അറ്റ് എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ടൈം, ഒരു സ്പെസിഫൈഡ് ഫ്യൂച്ചർ ടൈമിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനുള്ള രണ്ട് പാർട്ടിയുടെ കോൺട്രാക്റ്റാണ് എന്ത്? ഫോർവേഡ് കോൺട്രാക്റ്റ്. അതിൻ്റെ പ്രൈസ് ഇന്ന് അഗ്രി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം, ഇന്ന് അഗ്രി ചെയ്ത പ്രൈസിൽ ഒരു അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ഭാവിയിൽ ചെയ്യുന്നതിൻ്റെ രണ്ട് പേരുടെ കോൺട്രാക്റ്റാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്നാണ്. ഇറ്റ്സ് എ നോൺ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റാണ്. ദ പാർട്ടി അഗ്രീങ് ടു ബൈ ദ അണ്ടർലൈൻ അസറ്റ് ഇൻ ദ ഫ്യൂച്ചർ അസ്യൂം ലോങ് പൊസിഷൻ. പാർട്ടി അഗ്രി ചെയ്യാണ് ഈ അണ്ടർലൈൻ അസറ്റ് വാങ്ങുക എന്നുള്ളത്. ഇൻ ദ ഫ്യൂച്ചറിൽ വാങ്ങുക എന്നുള്ളത് അഗ്രി ചെയ്യാണ്. അത് നമ്മൾ ലോങ് പൊസിഷൻ എന്ന് പറയും. ആൻഡ് ദ പാർട്ടി അഗ്രീങ് ടു സെൽ ദ അസറ്റ് ഇൻ ദ ഫ്യൂച്ചർ അസ്യൂംസ് എ ഷോർട്ട് പൊസിഷൻ. പാർട്ടി അണ്ടർലൈൻ അസറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് അഗ്രി ചെയ്തെങ്കിൽ ഫ്യൂച്ചർ സമയത്ത് ഇറ്റ് ഈസ് എ ഷോർട്ട് പൊസിഷൻ. വാങ്ങുന്നതിന് ലോങ് പൊസിഷനും വിൽക്കുമ്പോൾ ഷോർട്ട് പൊസിഷനാണ്. ദ പ്രൈസ് അഗ്രീഡ് അപ്പോൺ ഈസ് കോൾഡ് ദ ഡെലിവറി പ്രൈസ്. അതിൻ്റെ പ്രൈസ് നമ്മൾ പറയാം ഡെലിവറി പ്രൈസ്, വിച്ച് ഈസ് ഈക്വൽ ടു ദ ഫോർവേഡ് പ്രൈസ് അറ്റ് ദ ടൈം ദ കോൺട്രാക്ട് ഈസ് എൻറ്റേർഡ് ഇൻ ടു. എന്തുകൊണ്ടാണ്? അത് ഫോർവേഡ് പ്രൈസിന് ഈക്വലാണ്. ഓക്കെ, അറ്റ് ദ ടൈം ഇൻ ദ കോൺട്രാക്ട് ഈസ് എൻറ്റേർഡ്. കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുമ്പോഴുള്ള ഫോർവേഡ് പ്രൈസിന് ഈക്വലാണ് എന്ത്? ഈ പ്രൈസ്. അതുകൊണ്ട് തന്നെ അതിനെ ഡെലിവറി പ്രൈസ് എന്ന് പറയും. ദ ഫോർവേഡ് പ്രൈസ് ഓഫ് സച്ച് കോൺട്രാക്ട് ഈസ് കോമൺലി കോൺട്രാസ്റ്റഡ് വിത്ത് ദ സ്പോട്ട് പ്രൈസ്.
ഫോർവേഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു കോമൺലി കോൺട്രാക്ട്സിൽ വിത്ത് സ്പോട്ട് പ്രൈസിൻ്റെ ഒരു കോൺട്രാക്റ്റാണ്. വിച്ച് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ അസറ്റ് ചേഞ്ച് ആൻഡ്സ് ഓൺ ദ സ്പോട്ട് ഡേറ്റ്. സ്പോട്ട് ഡേറ്റിലാണ് ഇതിൻ്റെ പ്രൈസ് അറ്റ് വിച്ച് ദ അസറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പോട്ട് ആൻഡ് ഫോർവേഡ് പ്രൈസ് ഇസ് ദ ഫോർവേഡ് പ്രീമിയം ഓർ ഫോർവേഡ് ഡിസ്കൗണ്ട്. സ്പോട്ടിലുള്ളതിന് എന്താണ് സ്പോട്ടും ഫോർവേഡ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫോർവേഡ് പ്രൈസിൽ എന്താണ് ഫോർവേഡ് പ്രീമിയം ഉണ്ടാവും അല്ലെങ്കിൽ ഫോർവേഡ് ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ സ്പോട്ട് പ്രൈസും ഫോർവേഡ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫോർവേഡ് പ്രീമിയം ജനറലി കൺസിഡേർഡ് ഇൻ ദ ഫോം ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ബൈ പർച്ചേസിങ് പവർ. അത് കൺസിഡർ ചെയ്യുന്നത് ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ലോസ് ആയിരിക്കാം ബൈ ദ പർച്ചേസിങ് പാരിറ്റി. അടുത്ത് ഫ്യൂച്ചർ കോൺട്രാക്ട്. നേരത്തെ എന്താണ്? നോൺ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട്. എ ഫ്യൂച്ചർ കോൺട്രാക്ട് ഡിഫർ ഫ്രം ഫോർവേഡ് കോൺട്രാക്ട് ഇൻ ദാറ്റ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട്. ഫ്യൂച്ചർ കോൺട്രാക്ട് എന്താണ്? സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. റിട്ടൺ ബൈ ക്ലിയറിംഗ് ഹൗസ്. അതാരാ റിട്ടേൺ ചെയ്യുന്നത്? ക്ലിയറിംഗ് ഹൗസിലൂടെയാണ് അത് റിട്ടേൺ ചെയ്യുന്നത്. ദാറ്റ് ഓപ്പറേറ്റ് എൻ എക്സ്ചേഞ്ച് വെർ ദ കോൺട്രാക്ട് ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ്. അതിലെന്താണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന്? എക്സ്ചേഞ്ച് വെർ ദ കോൺട്രാക്ട് ക്യാൻ ബി ബോട്ട് ചെയ്യുക ആൻഡ് സോൾഡ്, വിൽക്കുക. ഓക്കെ, ആണ് ഫ്യൂച്ചർ കോൺട്രാക്ട്. ഓൺ ദ അതർ ഹാൻഡ് എ ഫോർവേഡ് കോൺട്രാക്ട് ഈസ് എ നോൺ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട് റിട്ടൺ ബൈ ദ പാർട്ടീസ് ദംസെൽഫ്. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നോൺ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റാണ്. അത് പാർട്ടീസാണ് എഴുതുന്നത്. ഇവിടെ എന്താണ്? ക്ലിയറിംഗ് ഹൗസാണ് എഴുതുന്നത്. ഫോർവേഡ് ആൾസോ ടിപ്പിക്കലി ഹാവ് നോ ഇൻറ്റീരിയം പാർഷ്യൽ സെറ്റിൽമെൻറ്റ് ഓർ ട്രൂ അപ്സ് ഇൻ മാർക്കറ്റ് റിക്വയർമെൻറ്റ് ലൈക്ക് ഫ്യൂച്ചർ സച്ച് ദാറ്റ് ദ പാർട്ടി ഡു നോട്ട് എക്സ്ചേഞ്ച് അഡീഷണൽ പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ അഡീഷണൽ പ്രോപ്പർട്ടി എക്സ്ചേഞ്ച് ചെയ്യാം. സെക്യൂറിങ് ദ പാർട്ടി അറ്റ് ഗെയിൻ ദ എൻറ്റയർ അൺറിയലിസ്റ്റിക് ഗെയിൻ ഓർ ലോസ് ബിൽഡപ്പ് വൈൽ ദ കോൺട്രാക്ട് ഈസ് ഓപ്പൺ. കോൺട്രാക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റിയലൈസ് ചെയ്യുന്ന ഗെയിനും അല്ലെങ്കിൽ ലോസ് ബിൽഡപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അടുത്ത് സ്വാപ്സ് ആർ ഡെറിവേറ്റീവ്സ് ഇൻ വിച്ച് ദ കൗണ്ടർ പാർട്ടീസ് എക്സ്ചേഞ്ച് ക്യാഷ് ഫ്ലോ ഓഫ് വൺ പാർട്ടീസ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദോസ് ഓഫ് ദ അതർ പാർട്ടീസ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. സ്വാപ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവാണ്. ഇവിടെ കൗണ്ടർ പാർട്ടീസ് എക്സ്ചേഞ്ച് ക്യാഷ് ഫ്ലോ ഓഫ് വൺ പാർട്ടീസ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. വൺ പാർട്ടിയുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൽ ക്യാഷ് ഫ്ലോ ചെയ്യും ഫോർ ദോസ് ഓഫ് ദ അതർ പാർട്ടീസ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് സ്വാപ്പ് ഇൻവോൾവിങ് ടു ബോണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്വാപ്പ് ഇൻവോൾവ് ചെയ്യുന്ന ടു ബോണ്ടിലാണെങ്കിൽ ദ ബെനിഫിറ്റ് ഇൻ ക്വസ്റ്റ്യൻ ക്യാൻ ബി പീരിയോഡിക് ഇൻട്രസ്റ്റ്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? പീരിയോഡിക് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് അസോസിയേറ്റ് വിത്ത് ദ ബോണ്ടുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് പീരിയോഡിക് പേയ്മെൻ്റ് ആണ് ഇതിൻ്റെ ബെനിഫിറ്റ്. സ്പെസിഫിക്കലി ദ ടു കൗണ്ടർ പാർട്ടീസ് അഗ്രി ടു എക്സ്ചേഞ്ച് വൺ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോ അഗെയിൻസ്റ്റ് അനദർ സ്ട്രീം. ഇവിടെ എന്താണ്? ഒന്ന് മറ്റൊന്നിന് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് സ്വാപ്സ്. ഇവിടെ ടു കൗണ്ടർ പാർട്ടീസ് അഗ്രി ടു എക്സ്ചേഞ്ച് വൺ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോസ്. ഒരു പാർട്ടി എന്താണ്? കൗണ്ടർ പാർട്ടീസ് അഗ്രി ചെയ്യാണ് ഒരു എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോ അഗെയിൻസ്റ്റ് അനദർ സ്ട്രീം. എൻ്റെ മറ്റൊന്നുമായിട്ട് ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്രി ചെയ്യുകയാണെങ്കിൽ അതിനെന്താണ്? സ്വാപ്സ് എന്ന് പറയും. The swaps agreement defines the date when the cash flow are paid and the way they are calculated. The swap agreement defines the date when the cash flow are to be paid. Cash flow paid ചെയ്യും എന്ന് പറയുന്ന ഡേറ്റ് ആൻഡ് ദ വേ ദേ ആർ കാൽക്കുലേറ്റ്. ആ വേ മുതൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. Usually at the time when the contract is initiated, at least one of this series of cash flow is determined by random or uncertain variables such as interest rate, foreign exchange rate, equity price or commodity price. Usually at the time when the contract is initiated, contract initiate ചെയ്ത സമയത്ത് at least one of this series of cash flow is determined. ഏതെങ്കിലും അറ്റ്ലീസ്റ്റ്
അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ ഡിറ്റർമിൻഡ് ചെയ്യും. ഏതെങ്കിലും ഒരു ക്യാഷ് ഫ്ലോ എങ്കിലും ഡിറ്റർമിൻ ചെയ്യും. അത് ചിലപ്പോൾ റാൻഡം ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓർ അൺസർട്ടൺ വേരിയബിൾ സച്ച് ആസ് ഇൻട്രസ്റ്റ് റേറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്, ഇക്വിറ്റി പ്രൈസ് ഓർ കമ്മോഡിറ്റി പ്രൈസ്. പാർട്ടിസിപ്പൻസ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഫസ്റ്റ്, hedges. One of the main purpose for which derivative trading has been initiated is to hedge or provide protection to the parties to the contract. ഈ മെയിനായിട്ട് ഡെറിവേറ്റീവിൻ്റെ പർപ്പസ് എന്ന് പറയാൻ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന എന്തിനാ? ഈസ് ടു ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ദ പാർട്ടീസ് ടു ദ കോൺട്രാക്റ്റുള്ള പാർട്ടീസിന് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഹെഡ്ജസ് ഹാവ് റിസ്ക് എക്സ്പോഷർ വിച്ച് ദേ ഓഫ്സെറ്റ് ബൈ എ ഡെറിവേറ്റീവ്. ഹെഡ്ജസ് ആരാണ്? റിസ്ക് എക്സ്പോഷറാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡെറിവേറ്റീവ് ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സീക്ക് ടു പ്രൊട്ടക്റ്റ് ദംസെൽവ്സ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ സ്വന്തമായിട്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അഗെയിൻസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റിന് ആൻ അസറ്റ് ഇൻ വിച്ച് ദേ ഹാവ് ഇൻട്രസ്റ്റ്. എന്തിനെതിരെ? പ്രൈസ് മൂവ്മെൻറ്റ്, അസറ്റിലുണ്ടാകുന്ന പ്രൈസ് മൂവ്മെൻറ്റ് അത് അവർക്ക് റിസ്ക് ഉണ്ടാക്കും. അത് അവർ ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് ദേ ഹാവ്, അവർക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നതിലൂടെ. ഫോർ എക്സാമ്പിൾ തന്നെ അമേരിക്കൻ ബൈയിങ് ഷെയർസ് ഓഫ് ഇന്ത്യൻ കമ്പനി ഓൺ ഇന്ത്യൻ എക്സ്ചേഞ്ച് വുഡ് ബി എക്സ്പോസ്ഡ് ടു എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് വൈൽ ഹോൾഡിങ് ദാറ്റ് സ്റ്റോക്ക്. അമേരിക്കൻ ബൈയിങ് ഷെയർ എന്താണ് ഇന്ത്യൻ കമ്പനിയിൽ ഓഫ് എൻ ഇന്ത്യൻ കമ്പനി ഓൺ എ ഇന്ത്യൻ എക്സ്ചേഞ്ച് വുഡ് ബി എക്സ്പോസ് ചെയ്യുന്നുണ്ട് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്. അമേരിക്കൻ ബൈയിങ് ഷെയർ എന്ത് ചെയ്യും? ഇന്ത്യൻ കമ്പനി ഇതാവുമ്പോൾ എന്ത് ചെയ്യും? വാങ്ങുമ്പോൾ അവിടെ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ഉണ്ടാവും. എന്ത്? ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് റിസ്കിനുള്ള സാധ്യത ഉണ്ട്. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദിസ് റിസ്ക്, ഇത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദ ഇൻവെസ്റ്റർ കുഡ് പർച്ചേസ് കറൻസി ഫ്യൂച്ചേഴ്സ് ഓഫ് ഡോളേഴ്സ്. കറൻസി ഫ്യൂച്ചേഴ്സ് ഓഫ് ഡോളേഴ്സാണ് ഇൻവെസ്റ്റർ പർച്ചേസ് ചെയ്യുക. ടു ലോക്ക് ഇൻ എ സ്പെസിഫൈഡ് എക്സ്ചേഞ്ച് റേറ്റ്. അതായത് പിന്നെ സ്പെസിഫൈഡ് എക്സ്ചേഞ്ച് റേറ്റ് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോർ ദ ഫ്യൂച്ചർ സ്റ്റോക്ക് സെയിൽ ആൻഡ് കറൻസി കൺവേർഷൻ ബാക്ക് ഇൻ ടു ഡോളേഴ്സ്. ഓക്കെ. രണ്ടാമത്തെ പാർട്ടിസിപ്പൻസ് ആണ് സ്പെക്കുലേറ്റേഴ്സ്. സ്പെക്കുലേറ്റേഴ്സ് ആർ ദ പാർട്ടിസിപ്പൻസ് ഹു ആർ റെഡി ടു ടേക്ക് റിസ്ക് ഇൻ എക്സ്പെക്റ്റേഷൻ ഓഫ് റിട്ടേൺ. സ്പെക്കുലേറ്റേഴ്സ് ആരാണ്? പാർട്ടിസിപ്പൻസ് ആണ്. അവരെന്താണ്? റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഭാവിയിൽ റിട്ടേൺ ലഭിക്കുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ. ദേ ടേക്ക് പൊസിഷൻ ഇൻ ദ മാർക്കറ്റ് എയ്തർ എക്സ്പെക്റ്റിംഗ് ദാറ്റ് ദ പ്രൈസ് വിൽ ഗോ അപ്പ് ഓർ എക്സ്പെക്റ്റിംഗ് ദാറ്റ് ദ പ്രൈസ് വിൽ ഗോ ഡൗൺ. അവരെന്ത് ചെയ്യും? മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്രൈസ് കൂടുക അല്ലെങ്കിൽ കുറയും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ. ദേ മേ ഗോ ലോങ്. അവർ ചിലപ്പോൾ ഗോ ലോങ് ആയിട്ട് പോകും. ബൈ ചെയ്യാൻ, ഷോർട്ട് സെൽ ചെയ്യാൻ ബേസ്ഡ് ഓൺ ദെയർ എക്സ്പെക്റ്റേഷൻ. വാങ്ങുക എന്നുള്ളത് എന്താണ്? കുറച്ച് ചിലപ്പോൾ കുറേ കാലത്തേക്ക് ഉണ്ടാവും ഒരു എക്സ്പെക്റ്റേഷന്. വിൽക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കും. അതൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത പാർട്ടിസിപ്പൻ്റാണ് ആർബിട്രേജേഴ്സ്. ദ ആർബിട്രേജേഴ്സ് റെഫേഴ്സ് ടു ലോക്കിംഗ് ഇൻ എ റിസ്ക് ലെസ് പ്രോഫിറ്റ് ബൈ സൈമൾട്ടേനിയസ്ലി എൻ്ററിങ് ഇൻ ടു ടു ട്രാൻസാക്ഷൻ ഇൻ ടു ഡിഫറെൻറ്റ് മാർക്കറ്റ് സെപ്പറേറ്റഡ് ജോഗ്രഫിക്കലി ഓർ ടൈം. രണ്ട് മാർക്കറ്റിലുള്ള ജോഗ്രഫിക്കലായിട്ട് സെപ്പറേറ്റ് ചെയ്ത രണ്ട് മാർക്കറ്റിൽ അവരെന്ത് ചെയ്യണം? ആർബിട്രേജേഴ്സ് എന്ത് ചെയ്യണം? ലോക്കിംഗ് ഇൻ എ റിസ്ക് ലോക്ക് ചെയ്യാണ്. ലെസ് പ്രോഫിറ്റിൽ നിന്നും കുറച്ചുകൊണ്ട് ലെസ് പ്രോഫിറ്റ് ബൈ സൈമൾട്ടേനിയസ്ലി എൻ്റർ ഇൻ ടു ടു ട്രാൻസാക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യാണ്? എൻ്റർ ഇൻ ടു ടു ട്രാൻസാക്ഷനിലേക്ക് എൻ്റർ ചെയ്യാൻ, ഇൻ ടു ഡിഫറെൻറ്റ് മാർക്കറ്റിലുള്ള ടു ട്രാൻസാക്ഷനിലേക്ക് എൻ്റർ ചെയ്യാണ്. ഓക്കെ. ദ പ്രോഫിറ്റ് ഓപ്പർച്യൂണിറ്റീസ് മേ ഒക്കർ ഡ്യൂ ടു പ്രൈസ് ഡിഫറൻസ്. പ്രോഫിറ്റ് ഓപ്പർച്യൂണിറ്റി എപ്പോൾ ഒക്കർ ചെയ്യുക? ഡ്യൂ ടു പ്രൈസ് ഡിഫറൻസ് ഇൻ ടു ഡിഫറെൻറ്റ് മാർക്കറ്റ്. രണ്ട് ഡിഫറെൻറ്റ് മാർക്കറ്റിലുള്ള പ്രൈസിൻ്റെ ഡിഫറൻസിലൂടെയാണ് പ്രോഫിറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നത്. ബട്ട് കുഡ് നോട്ട് ലാസ്റ്റ് ഫോർ ലോങ് ഡ്യൂ ടു ആർബിട്രേജ്. പക്ഷെ എന്ത് ചെയ്യില്ല? ലോങ് ആയിട്ട് ലാസ്റ്റ് ചെയ്യില്ല. ആർബിട്രേജേഴ്സ് മേ ഡീൽ ഇൻ ടു ക്യാഷ്
അവരെന്ത് ചെയ്യാണ്, ക്യാഷാണ് ഡീൽ ചെയ്യുന്നത്. ആൻഡ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഓർ ഓൺലി ഡെറിവേറ്റീവ് മാർക്കറ്റ് ഫോർ ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ടൈം ഏണിംഗ് ആർബിട്രേജ് പ്രോഫിറ്റ്. ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്താണ്, ഓൺലി ഡെറിവേറ്റീവ് മാർക്കറ്റ് ഫോർ ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ടൈം ഏണിംഗ് ആർബിട്രേജ് പ്രോഫിറ്റ്. ഡിഫറെൻറ്റ് പീരിയഡ് ഓഫ് ടൈമിൽ ഏൺ ചെയ്യുന്ന ആർബിട്രേജ് പ്രോഫിറ്റാണ് ഇവിടെ ചെയ്യുന്നത്. ദെയർ ആക്ഷൻസ് ഷാൽ നാരോ ഡൗൺ ദ ഡിഫറൻഷ്യൽ ഇൻ പ്രൈസ്. ഒരു ആക്ഷൻ നേരോയിലൂടെ ശരിയാതിലൂടെ ആയിരിക്കും ദ ഡിഫറൻഷ്യൽ ഇൻ പ്രൈസസ്. ഫോർ എക്സാമ്പിൾ, ആർബിട്രേജ് മേ ബൈ ഇൻ ദ സ്പോട്ട് മാർക്കറ്റ് ആൻഡ് സെൽ ഇൻ ദ ഫ്യൂച്ചർ മാർക്കറ്റ്. അവരെന്ത് ചെയ്യും, ആർബിട്രേജ് എന്ത് ചെയ്യും, ഇവിടുന്ന് വാങ്ങും മറ്റൊരു മാർക്കറ്റ് കൊണ്ട് വിൽക്കും. അതാണ് അവിടെ നമ്മൾ ആദ്യം പറഞ്ഞത്, രണ്ട് ഡിഫറെൻറ്റ് മാർക്കറ്റിലുള്ള ഒരു ട്രാൻസാക്ഷൻ്റെ സൈമിൾട്ടേനിയസ് ആയിട്ട് എൻ്റർ ചെയ്യുന്നതിനകത്ത് പറയാം ആർബിട്രേജേഴ്സ് എന്ന് പറയാം, ആർബിട്രേജ് എന്ന് പറയാം. ഓക്കെ, അതിൽ പങ്കെടുക്കുന്ന ആളുകളാണ് ആർബിട്രേജേഴ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.